ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ സേതു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ട് നേരെ വീട് വിട്ട് ഇറങ്ങി പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സങ്കടത്തിലാണ് കേട്ടോ. അപ്പോൾ പൂർണിമ കത്തൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം ഇനി ആരും വീട് വിട്ട് പോകണ്ട എന്ന് ബേബി ചേച്ചി ഇങ്ങനെ പറയുകയാണ്. എല്ലാവർക്കും തൃപ്തിയായല്ലോ മോളെ അല്ലേ എന്നിങ്ങനെ ചോദിച്ചു. നിങ്ങളെ നിയന്ത്രിക്കാനും ശാസിക്കാനും നിങ്ങളുടെ വലിയേട്ടൻ അതിവിടെ ഉണ്ടാവില്ല എന്ന് ബേബി ചേച്ചി ഇങ്ങനെ പറഞ്ഞു. അപ്പം ഇവർക്ക് വലിയ കൂസലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പല്ലവിക്കാണ് സങ്കടമായത്. മാപ്പ് കൊടുക്കാൻ പറ്റാത്ത സേതു അത്ര വലിയ തെറ്റാണോ ചേച്ചി ചെയ്തത്? എന്നിട്ടും നിങ്ങൾ ഒറ്റപ്പെടുത്തി. സേതു ശരി എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു ബേബി ചേച്ചി. അപ്പം ഇവരാരും മിണ്ടുന്നില്ല. പാവമായിരുന്നു സേതു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സേതു ജീവിച്ചത് പോലും അത് കാണാനുള്ള മനസ്സ് നിങ്ങൾ ആരും കാണിച്ചില്ലല്ലോ. എന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിച്ചു. എന്നിട്ട് ബേബി ചേച്ചി നേരെ കിച്ചണിലേക്ക് അങ്ങ് പോയി. അപ്പൊ പല്ലവി പാവം അവിടെ നിന്നിങ്ങനെ സങ്കടപ്പെട്ട് നിന്ന് കരയാണ് കേട്ടോ. അതെ, കുറച്ചുകൂടി ദയ അമ്മ അതെങ്കിലും സേതുവേട്ടനോട് കാണിക്കാമായിരുന്നു എന്ന് മാത്രം പല്ലവി പറഞ്ഞു. അത് കാണിച്ചിരുന്നുവെങ്കിൽ സേതുവേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ലായിരുന്നു. അത്രയെങ്കിലും ദാക്ഷിണ്യം കാണിക്കായിരുന്നു എന്ന് പറഞ്ഞു പല്ലവി. അപ്പൊ ആ ഫോൺ ഇതാ എന്ന് പറഞ്ഞ് നേരെ പല്ലവിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് വേഗം ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. പക്ഷേങ്കിൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് തന്നെയാണ്. പൂർണിമ വിളിച്ചെങ്കിലും പക്ഷെ കിട്ടുന്നതേ ഇല്ല കേട്ടോ. മനസ്സ് നമ്മൾ ആരും കണ്ടില്ല, അതുകൊണ്ട് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുക. ആ സാധു ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് പല്ലവി പാവ ലെറ്ററും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് ശോഭേനെയാണ്. അപ്പൊ ശോഭ ഫോൺ എടുത്ത് ആരോ വിളിക്കുകയാണ്. അപ്പൊ ഇതേണ്ട വിളിക്കുന്നത് ശോഭയുടെ സഹോദരനെ, അതായത് ചേട്ടനെയാണ്, എന്താ പറയാ അനിയനെയാണ് കേട്ടോ. ചേച്ചിയാണല്ലോ. ആഹാ, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നിനക്കും വിളിക്കാലോ, നീ അത് ചെയ്യാറില്ലല്ലോ. എന്റെ ചേച്ചിക്ക് അറിയില്ലേ, എനിക്ക് തിരക്കല്ലേ. ഇത് അമേരിക്ക പുതിയ സത്യപ്രതിജ്ഞ ചെയ്തതൊക്കെ അറിഞ്ഞില്ലേ പ്രസിഡന്റ്? അതിന് ഓട്ടത്തിലായിരുന്നു. എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണ്ടേ. പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? നാട്ടിലെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എടാ രഘു, നീ എന്നെ ഒന്ന് സഹായിക്കണം. അതെ, പാറുവിനെ എങ്ങനെയെങ്കിലും നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അവൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. അതെന്താ ചേച്ചി, അവളെ വല്ല പ്രേമത്തിന് ചെന്ന് കുടുങ്ങിയോ? അല്ല, അങ്ങനെ വരുമ്പോഴാണല്ലോ പെൺപിള്ളാരെ നാട് കടത്തുന്നത്. അതെ, നമുക്ക് ഒരിക്കലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ബന്ധമാ. അതുകൊണ്ടാ ഇവിടുന്ന് മാറ്റണം എന്ന് പറയുന്നത്. അതെ, നീ ഒരാങ്ങളെ മാത്രമല്ലേ ഉള്ളൂ. എന്റെ സങ്കടങ്ങള് നിന്നോടല്ലാതെ പിന്നെ ഞാൻ ആരോടാ പറയേണ്ടത്? ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നേ. സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലോ, ഇനിയൊന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞ് വൈറ്റ് ഹൗസിലേക്ക് നേരിട്ട് കയറി ചെന്ന്, എടോ ട്രംപേ, എന്റെ പെങ്ങടെ മോക്ക് ഒരു ജോബ് വിസ താ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിത്തിൻ 2 months. പിന്നെ വാഷിങ്ടണില് എന്താണെങ്കിലും പാറു കാലുകുത്തിയിരിക്കും. നിന്നെ വിശ്വസിക്കാവോ? അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്? അല്ല, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ നടത്തിയിട്ടില്ല. നിനക്ക് എന്റെ സമ്മതം മാത്രം പോരല്ലോ, ഭാര്യയുടെയും വേണ്ടേ? അയ്യേ, ഭാര്യയെ പേടിക്കുന്ന ടൈപ്പൊന്നും അല്ലട്ടോ ഞാൻ എന്ന് പറഞ്ഞു. ചേച്ചി കണ്ടോ, ഇനി പാറു അമേരിക്കയുടെ സ്വത്തായിരിക്കും, ഉറപ്പ്. ശരി, പറ്റുന്നെങ്കിൽ നീ ചെയ്യ. എന്നാ പിന്നെ ഓക്കെ ചേച്ചി. ഇവിടെ മഞ്ഞ് പെയ്യുന്ന സീസണാ, ഭയങ്കര തണുപ്പാ. ഞാനുണ്ടല്ലോ, ഞാൻ ഇട്ടേക്കുന്ന കോട്ട് $1000 വില. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രംബുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, കാണാം എന്ന് പറഞ്ഞപ്പോ തന്നെ അയ്യോ വെച്ചോ, തള്ളി മറിക്കാണ് കേട്ടോ. ഒട്ടും കുറവില്ലാത്തൊരാള്. അതാണ് ശോഭയുടെ ആങ്ങള. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ്. അപ്പൊ സേതു ഇങ്ങനെ വഴിനീളം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ നേരം നടന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ കൊണ്ടുപോയി നിർത്തുകയാണ്. സേതു, നീ എങ്ങോട്ടാ എന്നിങ്ങനെ ചോദിച്ചു. വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞപ്പോഴത്തേനും വേണ്ട എന്ന് പറഞ്ഞ് പോവാണ്. പിന്നെ കാണുന്നത് പല്ലവിനെയാണ്. അപ്പൊ പല്ലവി പല തവണ സേതുവിന്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫോൺ കിട്ടുന്നതേ ഇല്ല. അപ്പോഴാണ് ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. ണ്ടോ? ഇല്ല ഹരി, സ്വിച്ച് ഓഫാ. എല്ലാത്തിനും കാരണമായത് ഞാനാണല്ലോ ചേച്ചി. അതാ എനിക്ക് സങ്കടം. ഒരിക്കലും അല്ല. അതെങ്ങനെയാ? ശ്രീഹരി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നും സേതുവേട്ടനെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവരുടെ വാശി അതാ ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞു. ശാപം കിട്ടിയ ജന്മമായൻ്റെ ചേച്ചി.
അതുകൊണ്ടല്ലേ എനിക്ക് ആരും ഇല്ലാതെ പോലും ആയത്, അനാഥനായി പോയത്. ആ അമ്മയും അച്ഛനും വേറെ വേറെ കല്യാണം കഴിച്ചു പോയപ്പോ എന്നെ ആർക്കും കൊണ്ടുപോകാൻ പോലും തോന്നിയില്ല. അതെന്താ കാരണം എന്നിങ്ങനെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാല് അവരുടെ ജീവിതത്തില് അവരുടെ വീടുകളില് അടുക്കളപ്പുറത്തെങ്കിലും എച്ചിൽ പാത്രം കഴുകിയെങ്കിലും ഞാൻ ജീവിക്കായിരുന്നില്ലേ? അതിനുള്ള അവസരം പോലും അവരെനിക്ക് തന്നിട്ടേയില്ല. സ്നേഹം കൊണ്ട് എന്നെ ഊട്ടിയത് സേതുവേട്ടൻ മാത്രമായിരുന്നു. എന്നിട്ടിപ്പോ ആ സേതുവേട്ടന് സംഭവിച്ചത് കണ്ടില്ലേ? അതിന് കാരണവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. എവിടെ ചെന്നാലും എന്താ പറയുക, ദുഃഖങ്ങൾ മാത്രം കൊടുക്കണം, അതായിരിക്കും എൻ്റെ ഒരു വിധി എന്ന് പറഞ്ഞു. സേതുവേട്ടന് ഇങ്ങനൊരു അവസ്ഥ വരണ്ടായിരുന്നു. പാവം ഒരുപാട് ഈ വീടിന് വേണ്ടിയിട്ടും ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടും എന്തുമാത്രം കഷ്ടപ്പെട്ടു. എന്നിട്ടും അവസാനം തിരിച്ചു കിട്ടിയതോ എന്താല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പല്ലവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. എന്താ പറയണ്ടേന്ന് പല്ലവിക്കും അറിയില്ല. ഞാൻ ഇറങ്ങാൻ പോവാ. സേതുവേട്ടനെ അന്വേഷിച്ച് എവിടെയുണ്ടെങ്കിലും ഞാൻ തിരിച്ചു കൊണ്ടുവരും. സേതുവേട്ടനെയും കൊണ്ടേ ഞാൻ തിരിച്ചു വരും. ഈ അവസ്ഥയിൽ ഹരി തൽക്കാലം എങ്ങോട്ടേക്ക് പോണ്ട. പൊന്നും മഠവും സേതുവേട്ടനും തമ്മിലുള്ള ബന്ധം ഹരിക്കറിയാലോ. ഈ വീടിനെയും ഈ ഇവിടുത്തെ ആൾക്കാരെയും ഉപേക്ഷിച്ച് സേതുവേട്ടന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അമ്മ ഇറങ്ങി പോകുന്നതിന് തടയാൻ വേണ്ടിയിട്ട് സേതുവേട്ടൻ കാണിച്ച ബുദ്ധി, അതായിട്ടാ ഞാൻ കാണുന്നത് എന്ന് പല്ലവി പറയാണ്. സേതുവേട്ടൻ തിരിച്ചു വരും. സേതുവേട്ടൻ ഈ ഉത്തരവാദിത്തങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഞാൻ വിശ്വസിക്കുന്ന അതാ. വരാതിരിക്കാൻ സേതുവേട്ടന് കഴിയില്ല ഹരി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നടന്നു പോകുമ്പോഴാണ് ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിർത്തിയിട്ട്, അതെ സേതു, വാ സേതു എന്നിങ്ങനെ പറഞ്ഞു. ഇത് എങ്ങോട്ടേക്കാ ഈ പോണത് എന്ന് ചോദിച്ചു. കേറ്. ഞാൻ ഉണ്ടാക്കാം. എവിടെയാ പോകേണ്ടത്? അയ്യോ വേണ്ട, ചേട്ടൻ പോയിക്കോ. കേറ് സേതു. പൊന്നുമടം എനിക്കറിയാത്ത വീടൊന്നും അല്ലല്ലോ, അവിടെ കൊണ്ടത് ഞാൻ ആക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ടല്ല. പിന്നെ എങ്ങോട്ടാ? അത് പിന്നെ ഒരാള് എന്ന് പറഞ്ഞു. വേറെ വണ്ടി വരും. ഓ അതാണോ? ശരി, എന്നാ ശരി എന്ന് പറഞ്ഞു കേട്ടോ. സേതു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സേതുവിന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് പോലെ തോന്നുന്നല്ലോ. ആ മുഖം കണ്ടാൽ അറിയാം. എന്താ സേതു പ്രശ്നം? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയണം. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഒന്നുമില്ല ചേട്ടാ, ഒരു വിഷമവുമില്ല. പക്ഷെ നമ്മളെ നിൽക്കേണ്ടടുത്ത് നിൽക്കണം, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. എന്താ സേതു ഇങ്ങനെ സംസാരിച്ചത്? വട്ടാണെന്ന് ചേട്ടന് തോന്നിയോ? അല്ല കേട്ടോ, ഒരിക്കലും അല്ല. ഞാൻ ജീവിതത്തിന്റെ ഒരു സത്യം മാത്രം പറഞ്ഞതാ. ശരിയല്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ ജീവിതം എന്ന് പറയണത്? നമ്മൾ വീണ ആദ്യം ചിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കൾ തന്നെയായിരിക്കും. അതെപ്പോഴും ഓർമ്മ വേണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ചിലപ്പോൾ ദുഃഖിക്കേണ്ടി വരും. ചേട്ടൻ പോയിക്കോ, ഞാൻ വെറുതെ എനിക്ക് വേണ്ടി ഓട്ടം കളയണ്ട. ശരിയെന്നാ എന്ന് പറഞ്ഞ് സേതു വീണ്ടും ഇങ്ങനെ നടന്നു. കുറേ നേരം അവിടെ ചുറ്റി കറങ്ങി. എന്നിട്ട് അവിടെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പല്ലവിയാണെങ്കിൽ സങ്കടപ്പെട്ടതേ പുറത്തിരിക്കുന്നു. അപ്പോഴാണ് അച്ചുവും ശ്രീഹരിയും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ വന്നിട്ട്, എന്തായി ചേച്ചി, വല്ല വിവരവും കിട്ടിയോ? ഇല്ല, ഒരു വിവരവും ഇല്ല. ഫോൺ ഇതുവരെ ഓണാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. മനഃപൂർവ്വമായിരിക്കും ഓഫാക്കിയിരിക്കുന്നത്. നമ്മളെ വിളിച്ചാലോ എന്ന് പേടിച്ചിട്ട്. സത്യത്തിൽ ഒന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു. അതിന് കഴിഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും സേതുവേട്ടന്റെ മനസ്സ് അത് മാറ്റിയെടുക്കാമായിരുന്നു എന്ന് പറയണം. അപ്പൊ വേഗം തന്നെ ഇവരിങ്ങനെ സാധാരണ ചെല്ലേണ്ടത് മിത്രേട്ടന്റെ വീട്ടിലാ. മിത്രയുടെ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് ആ വീട്ടിൽ എന്താണെങ്കിലും താമസിക്കില്ല എന്ന് ശ്രീഹരി ഉറപ്പിച്ചു പറഞ്ഞു. പിന്നെ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? ഇനിയിപ്പോ ഈ നാട് വിട്ടു പോവോ എന്നിങ്ങനെ ചോദിച്ച് അച്ചു സങ്കടപ്പെടുക. ഒരിക്കലും ഇല്ല അച്ചു, അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളുടെ ഒക്കെ കാവൽക്കാരനല്ലേ സേതുവേട്ടൻ? നിങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടത് സേതുവേട്ടന്റെ ചുമതലയല്ലേ? ആ ചുമതലയിൽ നിന്ന് ഒളിച്ചോടാൻ ഒരിക്കലും സേതുവേട്ടൻ തയ്യാറാവില്ല. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന്. ഇവിടെ തന്നെ കാണും, ഈ പരിസരത്ത് എവിടെയെങ്കിലും. തരം പേടിച്ചോട്ടം അങ്ങനെ എനിക്ക് തോന്നിയത്. ഇറങ്ങിപ്പോവാനുള്ള അമ്മയുടെ തീരുമാനം സംസാരിച്ച് മാറ്റാൻ പറ്റുമായിരുന്നല്ലോ. അതിനു പകരം സേതുവേട്ടൻ ഇറങ്ങിപ്പോവാ. ഒട്ടും ശരിയായില്ല. അങ്ങനെ ഒരിക്കലും സേതുവേട്ടൻ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് അങ്ങനെ ആയിരിക്കും തോന്നുക. നമ്മളൊഴിച്ച് എല്ലാവരും സേതുവേട്ടനെ അല്ലേ കുറ്റപ്പെടുത്തിയത്? അത് കേട്ട് സഹിക്കാൻ പറ്റി കാണില്ല, അതായിരിക്കും. അപ്പം അച്ചു ഇങ്ങനെ നിൽക്കുന്നു. ഹരിയുണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ഇവരിങ്ങനെ ആലോചിക്കുകയാണ്. ഇനിയിപ്പോ സേതുവേട്ടന്റെ മനസ്സ് എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല. ആ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, പൊന്നുമടം മാത്രമേ ഉള്ളൂ, അതാണ് സത്യം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഇവരിങ്ങനെ മിണ്ടാതെ നിന്നു കുറേ നേരം. ആ പൊന്നുമടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയത് ഇനി തിരിച്ചു വരുന്നതും
ആ പൊന്നുമടത്തിന് തന്നെ വേണ്ടിയിട്ടായിരിക്കും. കാത്തിരിക്കാം അല്ലേ ചേച്ചി? അതെ, അതല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാത്തിരിക്കാം എന്ന് പറഞ്ഞ് പല്ലവിയും. അപ്പോൾ ഇവർ രണ്ടുപേരും മൂന്നുപേരോടെ ഇങ്ങനെ കുറേ നേരം നിന്നു. അതിനുശേഷം ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ഋതുവിനെയാണ്. അപ്പം ഋതുവിൻ്റെ അടുത്തേക്ക് സ്വാതി വരികയാണ്. ഉറക്കം വരുന്നില്ല അല്ലേ? ഈ വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ ഇതാ. എന്ത് ചെയ്യാനാ? ഇറങ്ങിപ്പോയാളുടെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല ഇതുവരെ. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? പോയാൾ ഇതുപോലെ തന്നെ വരുമോ അതോ വരില്ലേ? വരാതിരുന്നാൽ നമുക്ക് കൊള്ളാം എന്ന് പറഞ്ഞു. അതെ, അത് തന്നെയാ എൻ്റെ ആ മനസ്സിൽ പറയുന്നത് എന്ന് സ്വാതി പറയാണ്. സേതുമാധവൻ എന്നൊരു ഈ പൊന്നുമടത്തിലെ കാവൽക്കാരനായിട്ട് അങ്ങനെ ഒരാളുടെ ആവശ്യം ഇല്ല. അല്ല, അയാളുടെ ആ റോള് അത് കഴിഞ്ഞു. ഇനി അതിന്റെ ആവശ്യമില്ല. ചിലപ്പോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതും അയാൾ ഈ വീട് നിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കുന്നേ. അച്ഛന്റെ ആത്മാവായിരിക്കും എല്ലാം ചെയ്യിച്ചിരിക്കുക. ആഹാ, ഞാൻ അത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട്. ചേച്ചി സങ്കടപ്പെടുന്നെല്ലാം ചെയ്തു വെച്ചത് ചേച്ചി തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഭാഗ്യത്തിനാ ചേച്ചി രക്ഷപ്പെട്ടത്. ഞാൻ കരുതിയത് സത്യം അറിയുമ്പോ ചേച്ചിനെ ഇവിടുന്ന് അടിച്ചിറക്കും എന്നാ ഞാൻ കരുതിയത് എന്ന് പറഞ്ഞു. സത്യം പറ, അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചേച്ചി കളിച്ച നാടകമല്ലേ ആ ആത്മഹത്യാശ്രമം എന്ന് തോന്നിയോ നിനക്ക്? എനിക്കങ്ങനെ തോന്നി എന്ന് പറഞ്ഞു. എന്നാ അതല്ല സത്യം എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ ചെയ്തത് തന്നെയാ എന്ന് പറഞ്ഞു. ഒരു തോറ്റു പോയില്ലേ ഞാൻ എല്ലാവരുടെയും മുന്നിൽ? നാണം കെട്ടു പോയില്ലേ ഞാൻ? ഇനി ജീവിച്ചിരിക്കണ്ട എന്ന് എനിക്കങ്ങ് തോന്നി. അങ്ങനെയാണെങ്കിൽ സേതുമാധവൻ എത്ര തവണ ആത്മഹത്യ ചെയ്യണം? എത്ര തവണ തോറ്റു പോയിരിക്കുന്നു നമ്മുടെ മുന്നില്? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾ തന്നെയല്ലേ ഈ സമയം തോറ്റിരിക്കുന്നത്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ചേച്ചി. അതെ, ദൈവം തന്ന ആയുസ് വേണ്ട എന്ന് വെക്കാനുള്ള അവകാശം അത് നമുക്കില്ല. എന്തിനാ നമ്മളത് നശിപ്പിക്കുന്നത്? ഭീരുക്കളാ അങ്ങനെ ചെയ്യുക. ചേച്ചി ഒരു ഭീരുവാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. അങ്ങനെ ആകുകയില്ല. ചില നേരത്ത് മനുഷ്യരിങ്ങനെയൊക്കെ പെരുമാറും സ്വാതി. എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ മനസ്സ്. എന്തായാലും സേതുമാധവൻ ഉറങ്ങിയോണ്ട് ഒരു ഗുണമുണ്ടായി. അമ്മയുടെ ദേഷ്യം അതൊന്ന് തണുത്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അവര് ജയിച്ചേനെ. അതെന്തായാലും സംഭവിച്ചില്ലല്ലോ. സന്തോഷം. എന്നോട് ദേഷ്യമുണ്ടോ അമ്മയ്ക്ക്? പിന്നെ ഇല്ലാണ്ടിരിക്കുവോ? അച്ചുച്ചേച്ചിയുടെ കല്യാണം മുടക്കാൻ നോക്കി, വണ്ട് കത്തിച്ചു. രണ്ടും ഗുരുതരമായ കുറ്റം തന്നെയല്ലേ? ചേച്ചി ഒരു കാര്യം ചെയ്യണം. ചെയ്തത് ചേച്ചി തന്നെയാണെന്ന് ഉറപ്പല്ലേ? നല്ല നീരസം അമ്മയ്ക്ക് എന്താണേലും കാണും. അത് മാറ്റിയെടുക്കുന്നതാ ബുദ്ധി. അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചേച്ചിക്ക് അമ്മയുടെ മുന്നില് തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്വാതി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പം ഋതു നേരെ തന്നെ പൂർണിമയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ പൂർണിമ കിടക്കുകയാണ് കേട്ടോ. ഉറക്കം വന്നില്ല, അതാ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞാണ് ആളങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. എന്നെ വിശ്വസിക്കണം, ആ ഓട്ടോ കത്തിക്കാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലമ്മേ. പക്ഷെ തല്ലിപ്പൊളിക്കാൻ നീ ആവശ്യപ്പെട്ടില്ലേ? രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു പൂർണിമ. അവിടെ അവന്റെ ജീവിത മാർഗമായിരുന്നു ആ വണ്ടി. അതില്ലാതാക്കാനാ നീ ശ്രമിച്ചത്. മോളെ, ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായമ്മേ. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് എനിക്ക് പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം പൂർണിമ ഇങ്ങനെ നിന്നിട്ട്, ഞാനല്ല നിനക്ക് മാപ്പ് തരേണ്ടത്, അച്ചുവാ മാപ്പ് തരേണ്ടത് എന്ന് പറഞ്ഞു. നിനക്കറിയോ, കുലമഹിമയുള്ള ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവെന്ന് വെച്ചാല് ജീവനായിരിക്കും മോളെ. അവർക്ക് എന്ത് കുറവുകൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അവൾ അത് സഹിക്കുക തന്നെ ചെയ്യും. സ്വന്തം ജീവിതമല്ലേ അമ്മ അവള് നശിപ്പിച്ചത്? സ്വന്തം ഭാവിയും ഈ ഒരു ഒറ്റ കല്യാണത്തിലൂടെ അവൾ ഇല്ലാതാക്കി കളഞ്ഞില്ലേ? അതൊക്കെ അവളെ കാണിച്ചത് മഹാ അബദ്ധാണെന്ന് അമ്മയ്ക്ക് അറിയാവല്ലോ. എന്നിട്ട് പിന്നെ എനിക്കറിയില്ല, സ്നേഹം കൊണ്ടാ ഞാൻ ശ്രീഹരിയായിട്ടുള്ള കല്യാണത്തിന് ഞാൻ എതിർത്തത്. അല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ നിഖില് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് മനസ്സിലാക്കിയപ്പോഴാ ആ കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം മറ്റാരെയെങ്കിലും നല്ല രീതിയിൽ കല്യാണം നടത്തണം എന്ന് തന്നെയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോഴാ ആ സേതു എല്ലാം നശിപ്പിച്ചത്. അതെ, ഞാന് എന്നും അച്ചുവിനെ ഇഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷെ അതിവിടെ ആർക്കും എന്തുകൊണ്ടോ ഇവിടുത്തെ മനസ്സിലെ ഇഷ്ടം കാണാൻ ആർക്കും സാധിച്ചിട്ടില്ല. എല്ലാവരും സഹിക്കും മോളെ. പക്ഷെ ഓട്ടോ കത്തിച്ചത് അത് സഹിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. അതെ, അവൾ ആയതുകൊണ്ടാ പരാതി ഇല്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തേനെ.
ഇതിലും ഭേദം അതായിരുന്നു എൻ്റെ അമ്മേ, ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു. മറ്റാരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ അമ്മയും കൂടി എന്നെ തള്ളി പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തോറ്റു പോവും അമ്മ എന്നെ മനസ്സിലാക്കാതിരുന്നാല്. അമ്മയാ എൻ്റെ എല്ലാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മ ക്ഷമിച്ചില്ലെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു ഞാൻ ക്ഷമിച്ചില്ല എന്ന് എന്നിങ്ങനെ ചോദിക്കുകയാണ് പൂർണിമ. നീ എന്തിനാ വിഷമിക്കുന്നത്? അമ്മയല്ലേ മക്കളെ എല്ലാം ക്ഷമിക്കുക, അതൊന്ന് വലിയ കാര്യമാക്കണ്ട. പിന്നെ ഇത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എനിക്ക് നിന്നോട് ഒരു വിരോധവും ഇല്ല. മതിയമ്മേ, ഇത് കേട്ടാൽ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് കരയാതെ നീ ഇന്നിവിടെ കിടന്നു എന്ന് പറഞ്ഞു. അപ്പൊ വേഗം സന്തോഷത്തോടെ പൂർണിമേനെയൊക്കെ കെട്ടിപ്പിടിച്ച് അവിടെ കയറി കിടക്കുകയാണ് ഋതു. അപ്പൊ സേതു ആണെങ്കിലോ അതേ ഒരു കടൽ തീരത്ത് ചെന്നിരുന്ന് ഇങ്ങനെ തിരികെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.